കോഴ്സ് വാങ്ങിയ എല്ലാവർക്കും ഒരുപാട് നന്ദി ഗൈസ്. ആരും എന്റെ സ്വത്തുമണികളെ കണ്ണു വെക്കില്ല ദൈവങ്ങളെ. ക്യാമറ ലെൻസ് തുറക്കണം. ഹലോ ഗൈസ്, എൻ്റെ പേര് ആകാശ്, ഞാനാണ് നിങ്ങളുടെ മെന്റർ. ഇനി നിങ്ങൾ എഡിറ്റിംഗ് പഠിച്ച് കഴിയുന്നവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഗൈസ്. അഥവാ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഗൈസ്. നിങ്ങളൊരു ദാരിദ്ര്യം പിടിച്ച ഒരുത്തന്നെ പട്ടണി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ കോഴ്സിനകത്ത് എൻ്റെ 3 കൊല്ലത്തെ എഡിറ്റിംഗ് സ്കിൽ ഫുള്ള് കംപ്ലീറ്റ്ലി ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. ഈ കോഴ്സ് കഴിയുന്നതോടെ നിങ്ങളൊരു പ്രോ എഡിറ്റർ ആയിട്ടായിരിക്കും നിങ്ങൾ വെളിയിൽ പോവുക. നമ്മുടെ മൊബൈലിനകത്ത് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ലൈക്ക് ഇൻഷോട്ട്, VN, CapCut, പിന്നെ നമ്മുടെ OG KineMaster. പക്ഷെ ഇതിന്റെ എല്ലാത്തിനും സിമിലർ ഇന്റർഫേസ് ആയതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒരെണ്ണം പഠിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാം പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ CapCut പഠിക്കുന്നത്. ഇതിനകത്ത് കോർ എഡിറ്റിംഗ് സ്റ്റൈലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനകത്തുള്ള എഡിറ്റിംഗ് സ്റ്റൈൽ നമുക്ക് വേറെ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാനും പറ്റും. സോ നമുക്ക് അധിക സമയം വേസ്റ്റ് ചെയ്ത് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. എഡിറ്റിംഗ് നമുക്ക് പഠിക്കാൻ തുടങ്ങാം. CapCut പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ CapCut എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ഗൈസ്, അധികം വെറുപ്പിക്കാതെ നമുക്ക് നമ്മുടെ CapCut ഓപ്പൺ ചെയ്യാം. CapCut ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങൾ എങ്ങനെയുള്ള ഇന്റർഫേസ് കണ്ടാലും അതിൽ എവിടെയും പോയി ക്ലിക്ക് ചെയ്യാതെ ഫസ്റ്റ് തന്നെ ഇവിടെ കണ്ടോ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ല, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം നമുക്ക് നമ്മുടെ എഡിറ്റ് ചെയ്യേണ്ട ഇമേജസും വീഡിയോസും ഒക്കെ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണാൻ പറ്റും, ആൽബംസ്, ലൈബ്രറി. ഈ ലൈബ്രറി എന്ന് പറയുന്നത് CapCutന്റെ സെർവറിലുള്ള ഇമേജസും വീഡിയോസ് ആണ്. ഈ ആൽബം എന്ന് പറയുന്നത് നമ്മുടെ ഗാലറിയിലുള്ള ഇമേജസ് ആൻഡ് വീഡിയോസ് ആണ്. ഈ ആൽബത്തിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽബത്തിലുള്ള ഇമേജസ് ആൻഡ് വീഡിയോസ് ഫോൾഡർ ആയിട്ട് വരും. ഓക്കെ, അലൈറ്റ് മോഷൻ, വാട്സ്ആപ്പ് വീഡിയോ കണ്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വീഡിയോസിന്റെ തൊട്ടപ്പുറത്ത് കണ്ടോ ഫോട്ടോസ് എന്ന് പറഞ്ഞ സാധനം, അതിനകത്ത് ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് വരും. ഞാനിവിടെ 3 ഫെറാറിയുടെ ഇമേജസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കത് പ്രിവ്യൂ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് അടിച്ചിട്ട് ഇതിനകത്ത് ആ ഒരു ഓട്ട കണ്ടു, ഇവിടെ ഒരു ഓട്ട കാണുന്നില്ല, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 1 എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എത്ര ഇമേജസ് വേണോ അത്ര ഇമേജസ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ 3 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആഡ് തൊട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജസ് എഡിറ്റിംഗ് ടൈമിലേക്ക് ആഡ് ആവും. ടൈം ലൈനിക്ക് ആഡ് ആയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. വെയിറ്റ് ഫസ്റ്റ് ടൈം ലൈൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടൈം ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്. അതായത് ടൈം ലൈനിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കണമെങ്കിൽ ഒരു ഗ്രൗണ്ട് വേണ്ടേ, അതേപോലെ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യേണ്ട ഗ്രൗണ്ടാണ് ടൈം ലൈൻ. ഈ ടൈം ലൈനിലാണ് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഈ ടൈം ലൈൻ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് കേട്ടോ, ഈ ഒരു ഭാഗമാണ്. ഇതെന്ന് പറയുന്നത് പ്രിവ്യൂ വിൻഡോ ആണ്, പ്രിവ്യൂ മോണിറ്റർ എന്നൊക്കെ പറയാം. അതായത് നമ്മൾ ഇവിടെ എന്ത് ചേഞ്ചസ് വരുത്തണോ അതൊക്കെ ഇവിടെ ആയിരിക്കും കാണാം. ഓക്കെ, ഈ നമ്മുടെ ആപ്പിന്റെ ഇന്റർഫേസിന് മേലെ ഇവിടെ കുറെ കാര്യങ്ങൾ കാണാം. അതിനെ തെറ്റി തൊട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. അതിന്റെ ഇപ്പം 720p എന്ന് കാണുന്നു, അതിന്റെ പേരാണ് റെസൊല്യൂഷൻ. ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ പിക്സൽ ക്വാളിറ്റിയാണ്. അതായത് ഇതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഒരു വീഡിയോ കാണുമ്പോൾ അതിനകത്ത് സെറ്റിംഗ്സിൽ പോയിട്ട് ക്വാളിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറെ നമ്പേഴ്സ് കാണാൻ പറ്റും. 1080p, 720p, 450p, 360p, 250p. ഇത് കണ്ടിട്ട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് അതിന്റെ ക്വാളിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 144p എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ഇങ്ങനെ ഇരിക്കും. 250p എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. 360p എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. 450p എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ആൻഡ് 1080p എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇതിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ 720p ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ 1080p ആക്കാൻ നമുക്ക് വേണമെങ്കിൽ 4K ആക്കാം. 4K എന്ന് പറയുന്നത് 1080pയുടെയും ഡബിൾ ക്വാളിറ്റിയാണ്. അതൊന്നും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ 1080p തന്നെ ഒരുപാടാണ്. ഇനി അതിന്റെ അടിയിൽ ഫ്രെയിം റേറ്റ്, കോഡെക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ രണ്ടെണ്ണത്തിനെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പഠിക്കുക. എല്ലാ വാല്യൂസും കൂടി പറഞ്ഞ് നിങ്ങളുടെ തല പൊണ്ണാക്കുന്നില്ല. ഓക്കെ, നമ്മളപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് വാല്യൂവിനെ പറ്റി പഠിച്ചു, പിന്നെ ഒന്ന് ടൈം ലൈനിനെ പറ്റി പഠിച്ചു. ഈ ടൈം ലൈനകത്ത് ഇവിടെ ഒരു വെള്ള ലൈൻ കണ്ടോ? നിങ്ങൾ ആ വെള്ള ലൈൻ കാണുന്നുണ്ടോ? അതെ, അത് തന്നെയാണ്. അതിന്റെ പേരാണ് കട്ടിംഗ് ലൈൻ. അത് വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോ കട്ട് ചെയ്യുന്നത്. ഈ ലൈനിന്റെ യൂസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അടിയിൽ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ മേലെ കാണിച്ച കാറിന്റെ പേരാണ് ലംബോർഗിനി. സോറി, അത് ഫെറാറിയാണ്. സോറി ഗൈസ്, ഫെറാറി. ഇതെന്തായാലും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് 2 കോടിയാണ്. ഇപ്പൊ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ഫെറാറി കാറിനെ ലംബോർഗിനി എന്ന് പറഞ്ഞു. അതിനെ റെക്കോർഡ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചില്ല. പക്ഷെ ആ ഒരു ഭാഗം എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞാൽ അത് ഈ വര വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആ ഓഡിയോയില് എവിടെയാണ് തെറ്റിയെന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ടോ? അതിനകത്ത് ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ആ വീഡിയോ മുറിയും. കണ്ടോ, ഇപ്പൊ ആ വീഡിയോ 2 വീഡിയോ ആയി. കണ്ടോ, ഇവിടെ 2 വീഡിയോ. ഇപ്പൊ നേരെ നോക്കിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു വെട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു വെട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ മുറിഞ്ഞു. അപ്പോൾ ലംബോർഗിനി എന്ന് പറയുന്നതും സോറി പറയുന്നതും ഇവിടം വരെ ഞാൻ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഫെറാറി എന്ന് മാറ്റി പറയുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ നടുക്കിലുള്ള ആ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഇപ്പുറത്തെ ഓഡിയോനെ പിടിച്ച് വലിച്ച് നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. ഓക്കെ, ഇപ്പം അത് പ്ലേ ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ
കാറിന്റെ പേര് ഫെറാറി. ഇപ്പൊ കണ്ടോ, ഞാൻ തെറ്റിച്ചത് ആരും അറിഞ്ഞില്ല. ഇങ്ങനെയാണ് ഗൈസ് നമ്മുടെ വീഡിയോയിൽ ആവശ്യമില്ലാത്ത മൂവ്മെന്റ് ഒക്കെ ഈ സിസർ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ആളുകൾ സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ഗൈസ് ഈ കോഴ്സിനകത്ത് എഡിറ്റിംഗ് മാത്രമല്ല, കുറച്ചൊക്കെ ഫിലോസഫി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് റെസൊല്യൂഷനെ പറ്റി പഠിച്ചു, പിന്നെ ഒന്ന് ടൈം ലൈനെ പറ്റി പഠിച്ചു, പിന്നെ നമ്മുടെ സിസറിനെ പറ്റി പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മളെങ്ങനെ വോയിസ് ഓവർ ചെയ്യാമെന്ന് പഠിക്കും. അതിന്റെ അടുത്ത ക്ലാസ്സിൽ നമ്മളെങ്ങനെ ഇതുപോലുള്ള റീൽ എഡിറ്റ്സ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കും. പിന്നെ നമ്മൾ ഇതുപോലുള്ള മോഷൻ ഗ്രാഫിക്സ് പഠിക്കും. പിന്നെ നമ്മൾ ഇതുപോലുള്ള ഡോക്യുമെന്ററി എഡിറ്റിംഗ് പഠിക്കും. പിന്നെ പ്രസന്റേഷൻ ആൻഡ് അഡ്വർടൈസ്മെന്റ് വീഡിയോ സ്റ്റൈൽ എഡിറ്റിംഗ്, പിന്നെ കാർ എഡിറ്റ്, പിന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ യൂട്യൂബേഴ്സിന്റെ സ്റ്റൈലിലുള്ള എഡിറ്റ്. പക്ഷെ ഇന്ന് നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കാണാം. അതിനകത്തൊന്ന് ജോയിൻ ചെയ്ത് വെക്കുക. അതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗിന്റെ എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാനുള്ള ഒരു മെന്റർ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഓരോ ഹോംവർക്ക് തരുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ അതിനകത്ത് സബ്മിറ്റ് ചെയ്യണം. ഇത്രയൊക്കെ എഡിറ്റിംഗ് സ്റ്റൈൽ നിനക്കറിയാന്ന് പറഞ്ഞ് നിനക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിനക്ക് അതിന് പൈസ ഉണ്ടാക്കിയാ പോരെ. എന്തിനാ കോഴ്സ് വെച്ച് ജീവിക്കുന്നേ? ബ്രോ, എനിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടുന്നുമുണ്ട്. ഈ എഡിറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത് എന്റെ കുറെ കാലത്ത് ഒരു ഡ്രീം സ്റ്റാർട്ടപ്പ് ആണ്. ഇത് ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്. അപ്പൊ ശരി, ടാറ്റാ ബൈ ബൈ.